ഈ കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം 2029 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ളതായിരുന്നു. അതിന് ഉള്ള ഒരു പാകത ഇന്ത്യ സഖ്യത്തിനുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തിരിച്ച് എന്നിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. ഇതുവരെ കാണാത്ത തരത്തിൽ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാണ് 3 മാസത്തെ ഭരണം സർക്കാരിന് വലിയ രീതിയിൽ പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 25 വർഷം UDF തന്നെ ഭരിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ് കെ.സി. വേണുഗോപാലിന് സത്യത്തിൽ സംഭവിച്ചത്? ഇത്തരത്തിലൊരു സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്നു. എന്താണ് അതിന്റെയൊക്കെ ഒരു ആധാരം? ഞാൻ പ്രസ്താവന വായിച്ചു. ആ പ്രസ്താവന വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം ആവുന്നല്ല, ആക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ പ്രയത്നിക്കണം, അതിനുള്ള സാധ്യതയുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നണിക്ക് വലിയ പരാജയം ഉണ്ടാവുമെന്നും ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തുമെന്നും അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ചോയ്സ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ളതുമാണ്. അത് ഏത് കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന വളരെ ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന വേണുഗോപാൽ അതിനുവേണ്ടി ആളുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം, വരണം. അത് വരുമോ വരില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. ആഗ്രഹം യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് ചരിത്രം പറയേണ്ട കാര്യമാണ്. അതിന് കോൺഗ്രസിന് ശേഷിയുണ്ടോ? കോൺഗ്രസ് ആ രൂപത്തിലുണ്ടോ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ്, കേരളത്തിൽ KPC പ്രസിഡന്റിനെ പോലും കഴിഞ്ഞ് 3 മാസമായിട്ട് നിയമിച്ചിട്ടില്ല. KPC പ്രസിഡന്റ് ഇപ്പൊ 19 ചർച്ച നടക്കണമെന്നൊക്കെയാണ് വാർത്ത. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. ഞാൻ KC വേണുഗോപാലിനെ കുറച്ച് കാണുന്നില്ല, KCയുടെ കുഴപ്പമില്ല. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവവും അതാണ്. ഇപ്പോ 29 BJP തോൽക്കുമെന്നും NDA തോൽക്കുമെന്നും ഇന്ത്യ മുന്നണി ജയിക്കുമെന്നും പറയുന്നതിന് ചില സാഹചര്യങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് അത്ര മോശമായിട്ടൊരു കാര്യമല്ല. കാരണം 2024 നിന്ന് 29 എത്തുമ്പോൾ മോഡി സർക്കാരിന് അനുകൂലമായ സാഹചര്യങ്ങളല്ല വരുന്നത്, പലതരത്തിൽ. ഇപ്പോ 2019 വലിയ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടുകൂടി BJP വന്നു. 2024 അവരുടെ അവകാശവാദം BJP 3-2 ഭൂരിപക്ഷത്തിലെത്തുന്ന NDA, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും NDAക്ക് 3-2 ഭൂരിപക്ഷവും. പക്ഷെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില വിജയങ്ങൾ കൊയ്തു. ഒരു ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന തരത്തിൽ 220-240 അംഗങ്ങളുടെ പിന്തുണ. അതിനിടയ്ക്ക് കുറച്ച് പേര് പോയി എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 240 അംഗങ്ങളുടെ പിന്തുണയോളം ഇവർക്കുണ്ടായി. കോൺഗ്രസിന് തന്നെ ഏതാണ്ട് 99-100 സീറ്റ് കോൺഗ്രസിനും കിട്ടി. സ്വാഭാവികമായും അത് ഒരു എന്താ പറയുക, ആത്മവിശ്വാസം KC വേണുഗോപാലിനും കോൺഗ്രസിനും കൊടുക്കും. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ഒന്നും തന്നെ മോഡി സർക്കാരിന് അനുകൂലമായ കാര്യങ്ങളല്ല. പ്രത്യേകിച്ചും കർഷക സമരം ഒരു വശത്തുണ്ടായി, അത് പിന്നെ തുടർന്നു. പിന്നെ നീറ്റ് സമരം വലിയ തോതിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി. അതിനൊക്കെ അപ്പുറത്താണ് അയോധ്യയില്. കാരണം ഈ 2 വിഷയങ്ങളും, ഒന്ന് യൂത്ത്, മിഡിൽ ക്ലാസ് യൂത്ത് മോഡിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ. ആ മിഡിൽ ക്ലാസ് യൂത്താണ് മാറിയത്. 2, ഇവരുടെ ഐക്കൺ ആയിരുന്നു രാമൻ എന്ന ഐക്കണും പൊളിഞ്ഞു പാളിസായി. കാരണം ഇനിയിപ്പോ രാമൻ എന്ന് പറഞ്ഞ പേര് എന്നാൽ ഇത് മോഷണത്തിന്റെ രാമനാണോ, രാമനെ നിങ്ങൾ കൊണ്ടുവന്ന് മോഷ്ടിക്കാനാണോ എന്ന് സാധാരണ മനുഷ്യൻ ചോദിച്ചാൽ, കാരണം ഒരു വിശ്വാസത്തിന്റെ ഒരു കുമിളയുണ്ടാക്കി അതിന്റെ പുറത്തുണ്ടാക്കിയ ആ സംഗതി തകർന്നു പോയി. ഇനിയിപ്പോ രാമൻ എന്ന് പറയാൻ പറ്റില്ല. രാമനെ വരെ കട്ടുകൊണ്ടുപോയ ആളുകളാണ് എന്ന അർത്ഥത്തിൽ വരും. അതുകൊണ്ട് ഇനി ആ കാർഡും അത്ര പെട്ടെന്ന് ചെലവാവില്ല, വികസനം എന്ന കാർഡും ചെലവാവില്ല. ഇന്നലെ ഒരു അനലിസ്റ്റ് പറഞ്ഞിരുന്നു, 2014 മുതൽ മോഡി ഓരോ ഘട്ടത്തിലും സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞിരുന്ന മുദ്രാവാക്യങ്ങളെ പറ്റി. അന്ന് പറഞ്ഞ എല്ലാവർക്കും കക്കൂസ് വേണമെന്ന്. ഇപ്പൊ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, എല്ലാ സ്ത്രീകൾക്കും ശൗചാലയം വേണം എന്നൊക്കെയാണ്. അപ്പൊ 2014 തുടങ്ങിയിട്ട് 2026 ആകുമ്പോഴേക്കും അതായിട്ടില്ല. അതുപോലെ കർഷകർക്ക് വരുമാനം കൂടുന്നു പറഞ്ഞു, പിന്നെ ഇപ്പൊ അത് മിണ്ടുന്നില്ല. കർഷകരൊക്കെ വലിയ ദുരന്തത്തിലാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഗവൺമെന്റിന്റെ വിശ്വാസ്യത, അക്കൗണ്ടബിലിറ്റിയും റിലയബിലിറ്റിയും വിശ്വാസ്യതയും തകർന്നിരിക്കുന്നു. നീറ്റും അടക്കമുള്ള വിഷയങ്ങൾ. UGC നെറ്റും വന്നു, അയോധ്യ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും വേണുഗോപാലിന് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ വളരെ ഉന്നതമായ ഒരു പദവിയിലേക്ക് വേണുഗോപാൽ എത്തുകയും ചെയ്യും, സ്വാഭാവികമായി. കാരണം വേണുഗോപാലിന് അതിനുള്ള കാലിബറുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി മുമ്പ് ഇരുന്നിട്ടുണ്ട്. ഞാൻ വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ അന്ന് വന്ന തർക്കത്തിലും ഞാൻ വേണുഗോപാൽ മോശക്കാരനായതുകൊണ്ട് ആവരുത് എന്നല്ല പറഞ്ഞു. വേണുഗോപാൽ വരുന്നതിനൊരു
വലിയ സാങ്കത്യക്കുറവുണ്ട്. എന്താ? ഒന്നും അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അതെ. രണ്ട്, ഇനി അദ്ദേഹം 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അത് കേരളത്തിലെ ജനങ്ങളെ കളിയാക്കലാണ്. അതാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹം ആലപ്പുഴ മത്സരിച്ചിരുന്നു, അദ്ദേഹം ജയിച്ചിരുന്നു. മറ്റേ കോൺഗ്രസിന് 100 സീറ്റോ അത് കിട്ടിയെന്നുണ്ടെങ്കിൽ, ഭൂരിപക്ഷം കിട്ടിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UDF കിട്ടിയാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് ആരും എതിർക്കില്ല. പക്ഷെ അത് അന്ന് MP മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു. അതുകൊണ്ട് പലരുടെയും വഴി തടഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ വേണ്ടി 2029 ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും KC വേണുഗോപാലിന് കേരളത്തിൽ താല്പര്യം കുറയും. കാരണം കേന്ദ്രമന്ത്രിയായിരിക്കുക, ഒരു ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വകുപ്പ് രാജ്യരക്ഷാ മന്ത്രിയോ ഒക്കെ ആവാലോ. അപ്പൊ അങ്ങനെ വന്നാൽ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത് ചെറിയൊരു പദവിയാണ്. ഒരു പക്ഷേ KCയെ സംബന്ധിച്ചിടത്തോളം അത് താല്പര്യക്കുറവെന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഒരു ഷിഫ്റ്റ് വന്നതെന്ന് കൂടി ഞാൻ കണക്കാക്കും. കാരണം വെച്ചാൽ കേരളത്തിൽ ഇനി സതീശൻ ഭരിച്ചോട്ടെ. കാരണം കേരളത്തിലെ ഭരണത്തിന് അഡ്വാൻറ്റേജ് കിട്ടിയാൽ മാത്രമല്ലേ ഈ 29 ജയത്തിന് കേരളം വളരെ പ്രധാനമാണല്ലോ. കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലൊന്നല്ലേ കേരളം. അപ്പൊ കേരളം വളരെ പ്രധാനമാണ്. കേരളത്തിൽ നിന്നുള്ള സീറ്റും കൂടി കിട്ടിയാലേ അവിടെ ഭൂരിപക്ഷമാവുള്ളൂ. അപ്പൊ കേരളത്തിലെ ഭരണത്തെ പിന്താങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, ഇത് ഇത്രയൊക്കെ പറയുമ്പോഴും KCയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 2029 ഇതായിരിക്കാം. ഒരു പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, രാഹുൽ ഗാന്ധി ഉയർന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമല്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വളരെ കൃത്യമായി ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ ധർമ്മങ്ങളും രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ട്. നമ്മളിത് ചോദിക്കുമ്പോൾ ഈ മോഡിയെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയായിരുന്നു? 14 ആകെ ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഒരു ചെറിയ പരിചയമല്ലേ മോഡിക്കുള്ളൂ. മൻമോഹൻ സിംഗ് വരുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ധനകാര്യമന്ത്രിയായിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ സതീശൻ ഇതിനു മുമ്പ് ഒരു മന്ത്രി പോലും ആയിട്ടില്ല. സതീശൻ മുഖ്യമന്ത്രിയായി. ഞാൻ പറഞ്ഞ അച്യുതാനന്ദൻ ഒരു മുഖ്യമന്ത്രി പോലും ആയിട്ടില്ല, ഒരു മന്ത്രി പോലും ആയിട്ടില്ല, മുഖ്യമന്ത്രി. അപ്പൊ ഒരു പ്രധാനമന്ത്രിയാവാനോ മുഖ്യമന്ത്രിയാവാനോ നിങ്ങളുടെ മുൻകാല പരിചയം എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് ആ പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ അവരുടെ മെറ്റിൽ അറിയുള്ളൂ. രാഹുൽ ഗാന്ധി അതിന് പാകം വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം രാഹുൽ ഗാന്ധി 2014 മുതൽ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്നു. 14, 19 2 തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടിയില്ല. 2024 തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കി. ജയിച്ചില്ലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കി. പാർലമെന്റിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിക്കും കടന്നു വരാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധം തീർത്തു ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ. നീറ്റ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ മാത്രമല്ല, ഒരാളല്ലല്ലോ ഭരിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു ടീം ഉണ്ടാവും. ആ ടീം ആണ് ഭരിക്കുക. തീർച്ചയായും രാഹുൽ ഗാന്ധി ആവുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഞാൻ തിരിച്ചാലോചിക്കണേ, രാഹുൽ ഗാന്ധി തന്നെ അത് വേണ്ടാന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ട്. കാരണം എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു കുറെ ക്യാരക്ടേഴ്സ് അറിയാം വ്യക്തിപരമായി. അദ്ദേഹം അത് ഒരുപക്ഷെ സ്വീകരിക്കാതിരിക്കാൻ പോലും സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു ഊഹം മാത്രമാണ്. സ്വീകരിക്കാതിരിക്കാൻ പോലും സാധ്യതയുണ്ട്. വേറെ ഏതെങ്കിലും പേര് നിർദ്ദേശിക്കുമോ എന്നുള്ളതും ഇപ്പൊ പറയാൻ പറ്റില്ല. സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ നിർദ്ദേശിച്ചല്ലോ. എല്ലാവരും 2004 സോണിയാഗാന്ധി ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അവർ ചെയ്തില്ല. അവർ നേരെ മൻമോഹൻ സിംഗിനെ പിന്തുണച്ചു. അത് അത്രേ ഉണ്ടായുള്ളൂ. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ മുന്നണി ജയിക്കുകയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും ചെയ്താൽ കേരളം എന്നത് KC വേണുഗോപാലിന്റെ താല്പര്യമുള്ള വിഷയമല്ലാതാവുന്ന ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ആവാം, അതുകൊണ്ടാവാം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, സതീശന് പിന്തുണ കൊടുത്തേക്കാം. കാരണം അതൊന്ന്. 2, സതീശന്റെ സർക്കാരിനെ കുറിച്ച് ഈ കാർഡുകളുടെ വിമർശനം ഒഴിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് അത്ര വിമർശനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും ഈ പ്രിയദർശിനി പദ്ധതി പോലെ സ്ത്രീകൾക്ക് സൗജന്യം കിട്ടിയപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു പോകുന്നു. സ്ത്രീകളെ കണ്ടു വളരെ സന്തോഷത്തിൽ, കാശൊന്നും കൊടുക്കാതെ ബസ്സിൽ പോവാം. കുറച്ച് പേരാണെങ്കിൽ കുറച്ച് പേര്, ഒരു ദിവസം 5 ലക്ഷം പേര് കയറണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു. അതുപോലെ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ ചീത്ത പറഞ്ഞാലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഓണത്തിന് 5000 രൂപ കിട്ടും. അവരുടെ 3000 രൂപ ഒരു പെൻഷൻ ഇതില്ലാത്തവർക്കും കിട്ടും. അപ്പൊ ഇതുവരെ കിട്ടാത്തൊരു എമൗണ്ട് ആണ് അവർക്ക് കിട്ടുന്നത്. ആശാ വർക്കേഴ്സും ബാക്കി എല്ലാവർക്കും പൈസ കൊടുത്തുകൊണ്ട് വോട്ട് കിട്ടുമെന്നോ ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വരാം. ഇനി 3 മാസം ആവണല്ലേ ഉള്ളൂ. സതീശന് തെറ്റ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. ഒരുപാട് സമയമുണ്ട്. 4 വർഷവും 9 മാസവും ഉണ്ട്. ചെയ്യട്ടെ. സതീശൻ തെറ്റോ ശരിയോ എന്താ വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ ബേസ് നിലനിർത്തുക എന്നത് KC വേണുഗോപാലിന്റെയും കൂടി കേന്ദ്രത്തിലെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കണം ഇപ്പോ ഈ അർത്ഥത്തിൽ KC ഇതിനെ സപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, സതീശനെ സപ്പോർട്ട് ചെയ്താൽ KCക്ക് അഡ്വാൻറ്റേജാണ്. കാരണം എന്താ വെച്ചാൽ സതീശനുമായി കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് വന്നാൽ അത് KCക്കും ഗുണമാണ്. കാരണം KCക്ക് ഞാൻ പറയാം, ഈ KC മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം KCയെ പിന്താങ്ങിയ ഒരുപാട് പേർക്ക് എതിരായി ഒരു വലിയ തോതിലുള്ള വികാരം ഉണ്ടായിട്ടുണ്ട്.
ഈവൻ ഷാഫി പറമ്പിലിന് വരെ കെ.സിയെ പിന്താങ്ങി എന്നതാണ് ഷാഫിക്ക് ആളുകൾ പറയുന്ന ഏക ദോഷം. കോൺഗ്രസ്സുകാർ വരെ ഇയാൾ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പലർക്കും. അതൊക്കെ മാറുമല്ലോ. ആ സംഗതിയൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം മുഖ്യമന്ത്രി അല്ലാതായാൽ തീർന്നല്ലോ. അപ്പൊ അത് തീരും. അങ്ങനെ വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് നല്ലതാണ്. ഞാൻ അതാ പറയുന്നത്. കോൺഗ്രസിന് നല്ലതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐക്യം ഉണ്ടാവുക എന്നുള്ളത് അവരുടെ പാർട്ടിയിൽ കോൺഗ്രസിൽ ഇല്ലാത്തൊരു സാധനം അതാണല്ലോ. ഐക്യമാണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും അത് ഉണ്ടാവുക എന്നുള്ളത് കോൺഗ്രസിന് നല്ലതാണ്. പിന്നെ കെ.സിയെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന ആ പദവി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചിലരൊക്കെ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ KPCC പ്രസിഡന്റ് ആവുമോ ചോദിച്ചു. നിങ്ങളാണോ KPCC പ്രസിഡന്റ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കണേ, ഞാൻ ഡൽഹിയിൽ ഇരുന്ന് എന്റെ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു നല്ല സൂചനയാണ്. അതായത് മറ്റർത്ഥത്തിലല്ല, ഇന്ത്യ മുന്നണി ജയിക്കുവോ, കെ.സി. സതീശനും തമ്മിലുള്ള തർക്കം തീരുവോ, ഇതൊക്കെ നമുക്ക് സ്പെക്യുലേഷൻ വിടാം. പക്ഷെ സൂചനകൾ നല്ലതാണ് എന്നാണ് കെ.സിയുടെ പ്രസ്താവന ഞാൻ എടുക്കുന്നത്.